ഈ ശിവരാമനെ താൻ നിയമം പഠിപ്പിക്കണ്ട കേട്ടാ. 4.5 ഇഞ്ച് GE മെറ്റൽ പൈപ്പിന്റെ സ്ഥാനത്ത് ഈ 2.5 ഇഞ്ച് PVC ഇട്ട് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു വിചാരിച്ചോ? അങ്ങനെ സർക്കാരിനെ പറ്റി എന്നെ നോക്കണ്ട. സാർ സാർ 4 5 എന്താടോ ഒരു ഓവർ ഷെയർ ഇത്ര ചീപ്പായി പോയ 5 തരി മുഴുവൻ കൊടുക്കൂ, കാര്യം സാധിക്കണ്ടേ സാർ? എന്താണോ ഇപ്പൊ ഓവർ ഷെയർ ചീപ്പല്ല. നാളെ രാവിലെ ഓഫീസിൽ വന്നേരെ. സാർ പൈപ്പ് 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 ചെയ്തിട്ടാ എന്താണോ നിങ്ങൾക്ക് വെള്ളം കിട്ടിയാ അത് മതി. കൈക്കൂലി കൃത്യം കണക്ക് പറഞ്ഞു വാങ്ങിച്ചാ പിന്നെ പുള്ളിയുടെ ഒരേ ഒരു ലക്ഷ്യം തണ്ണിയാ. ഗുഡ് ഈവനിങ് സാർ. 5 മണിക്ക് ശേഷം ഞാൻ ഓഫീസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. നാളെ 11 മണിക്ക് ഓഫീസിൽ വരും. ഇത് വിജയൻ സാർ വന്നു കേട്ടോ സാർ. വിജയൻ സാറോ? അതെ. അല്ല ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം സാർ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അതെയാ? ഒരു ഡ്രൈവറെ എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, നീ പോയിക്കോ. ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. എന്താ സാർ? എടാ എന്നെ എങ്ങോട്ടാണോ തട്ടിക്കൊണ്ടു പോണത്? എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. കേറി വാ. ഒരു സാധനം തരട്ടെ? ഫോറിൻ ഇടട്ടെ? ഇതുവരെ കഴിഞ്ഞില്ലേ? എനിക്കറിയില്ല. എന്താ നിനക്കറിയില്ല അല്ലേ? ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ അകന്നിരിക്കുന്ന ഒരുത്തന്റെ പ്രയാസം അയക്കറിയില്ലല്ലോ. ഒന്നിനെയും വിശ്വസിക്കാൻ ഓ, പറ്റില്ല. ക്ലബ്ബിൽ പോവാൻ സമയായി. വേണ്ട വേണ്ട, എന്നെ പിടിക്കണ്ട. വല്ലയിടത്തും ചെന്ന് ഇടിച്ചേ തല പൊട്ടണ്ടെന്ന് എഴുതി പിടിച്ചതാ. എന്റെ തല പൊട്ടിയ നിനക്ക് എന്താടാ? മര്യാദക്ക് സംസാരിക്കണം. ഓഹോ, അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കാണല്ലേ? കള്ളു കുടിച്ചാലേ അച്ഛനെ വിളിച്ചിട്ട് വരൂ. മേടിച്ചൊന്നാണല്ലോ എനിക്ക് കണ്ട്. വിളിച്ചോണ്ട് പോ മോളെ. അച്ഛൻ വന്നതാ. അച്ഛൻ കഥ കളിക്കണ്ട. എന്തിനാ അച്ഛനോട് വഴക്കുണ്ടാക്കിയ? അച്ഛനോ? ആരുടെ അച്ഛനടി? മെല്ലിപ്പോരുതാ വൃത്തികെട്ടനെ പറ്റി. ഭാര്യ അന്യനാട്ടിൽ കിടന്ന് നാണല്ലേ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാൻ? ഭാര്യ അന്യനാട്ടിൽ കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകൊണ്ട് ഷൈൻ ചെയ്ത് നടക്കുന്ന ചച്ച. എളി ആണുങ്ങളെ എന്നെ പോലെ അന്തസ്സായിട്ട് നടക്കണം. അയാൾ അങ്ങനെയാ? എന്താ ജോലി എന്ന് ചോദിച്ചാ എനിക്ക് എന്തോന്നിനാ ജോലി? അവളൊന്ന് പുറത്തല്ലയോ? ഒന്ന് നിർത്തുന്നുണ്ടോ? അടുത്ത വീട്ടിലെ കാളുള്ളതാ. രാവിലെ ജോലിക്ക് പോകുമ്പോ എന്ത് മാന്യനാ ആ ശിവരാമൻ സാറ്. സന്ധ്യയായ 4 കാലേ വന്ന് കേറും. സുമതയുടെ ഒരു ഗതികേട്. ചേട്ടനൊന്ന് ഉപദേശിച്ചൂടെ? എന്നിട്ട് വേണം അയാളുടെ വായിരിക്കുന്ന തെറി ഞാൻ കേൾക്കാൻ. ഇതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അവസാനം സഹിയായിട്ട് അവളെന്തേലും അക്രമം കാണിക്കുന്ന എനിക്ക് പേടി. ഇതെന്താ ആളെ കാണാത്തേന്ന് വിചാരിച്ചിരിക്കാതെ വായിരിക്കും. സത്യം പറയാലോ, ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ TV ഓൺ ചെയ്യാറ്. മിസ്റ്റർ തിരുപ്പതി വന്നില്ലല്ലേ? കുറെ നാളായി കണ്ടിട്ട്. അതെങ്ങനെയാ? രാത്രി 12 മണിയെങ്കിലും ആവില്ലേ പുള്ളിക്കാരൻ വരാൻ? രാവിലെ 5 മണിക്ക് പോവുകയും ചെയ്യും അല്ലേ ആനന്ദം? കുറെ നാളായി ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ, എന്തിനാ പുള്ളിക്കാരൻ ഇത്രയും ദൂരെ പോയി കച്ചവടം ചെയ്യണമെന്ന്. അതൊരു വാശിക്ക് വേണ്ടിയാ. എന്ത് വാശി? ചേട്ടന്റെ മൂത്തവരായി 4 ആണുങ്ങളാ ഉള്ളത്. എല്ലാവർക്കും കൂടി ഒരു പലചരക്കട ഉണ്ടായിരുന്നു. ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം സ്വത്തിനു വേണ്ടി തല്ലു തുടങ്ങി. ആരും വിട്ടുകൊടുത്തില്ല. അവസാനം ആ കട 5ആയിട്ട് ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് എപ്പോഴെങ്കിലും വരികയും പോവുകയും ചെയ്യാലോ. പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരെ മാറിയിട്ടില്ല. ആരാണ് ആദ്യം കട തുറക്കുന്നത്, അവസാനം കടയടിക്കുന്നതിനുള്ള മത്സരത്തിലാണ് അവരിപ്പോഴും. എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ കാണും. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല. അങ്ങേർക്ക് അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ. ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ടും ഒക്കെ ഒന്ന് മാറ്റാൻ നിനക്ക് പറഞ്ഞൂടെ? ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേൺ ആയിട്ട് ജീവിക്കുന്ന എനക്കും ആഗ്രഹമില്ല.
അറ്റ്ലീസ്റ്റ് ഒരു ടി വി എങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞൂടെ നിനക്ക്? ഓട്ടോറിക്ഷക്കാരന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി ടി വി വാങ്ങാൻ പോണത്. സാറേ സ്ഥലമായി. സാറേ പൈസ. ആ